അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായ അറേബ്യ അതെങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യയെ തിരഞ്ഞെടുത്തു? അറേബ്യ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റിസാലത്തിന്റെ കേന്ദ്രമായി മാറി? അള്ളാഹു നുബുവത്ത് അവതരിപ്പിച്ച കേന്ദ്രമായി അറേബ്യ മാറി. അറേബ്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അറേബ്യൻ ഉപദ്വീപ്, ഇന്നത്തെ സൗദി അറേബ്യ ഉൾക്കൊള്ളുന്ന, UAE ഉൾക്കൊള്ളുന്ന, ഒമാൻ ഉൾക്കൊള്ളുന്ന, യമൻ അടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ ജസീറത്തുൽ അറബ് എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. അറേബ്യൻ ഉപദ്വീപ്, ഫുള്ളായിട്ടൊരു ദ്വീപല്ല, ഉപദ്വീപാണ് ജസീറത്തുൽ അറബ്. ആ ജസീറത്തുൽ അറബ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളെ പോലെ ഒന്നും ആയിരുന്നില്ല ജസീറത്തുൽ അറബിൽ ജീവിച്ചിരുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം പേർഷ്യക്കാരെയോ റോമക്കാരെയോ പോലെയുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും പിൻപറ്റുന്ന, എല്ലാവരും അനിഷേധ്യമായി അംഗീകരിക്കുന്ന അധികാരമുള്ള ഒരു മതമോ ഒരു ആശയമോ ഒരു പ്രത്യയശാസ്ത്രമോ അറബികൾക്ക് ഉണ്ടായിരുന്നില്ല. അറബികൾ പലതരക്ക് അന്ന് ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. അവരെ ഒരുമിപ്പിക്കുന്ന ഒരു ദേശീയ ബോധം എന്ന നിലക്ക് അവർ ഒരൊറ്റ രാജാവ്, പേർഷ്യക്കാർക്കുള്ളത് ഒരു കിസ്ര അല്ലെങ്കിൽ കൈസർ, ഹിറക്കൽ, അങ്ങനെ പോലുള്ള രാജാക്കന്മാർ അറബികൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഗോത്ര തലവന്മാരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ അവർ ഗോത്രപരമായ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു എന്നല്ലാതെ അവർ ഇങ്ങനെ നാടോടികളെ സഞ്ചരിക്കുന്ന ആവശ്യം അവരുടെ കന്നുകാലികൾക്ക് വേണ്ടി, ഒട്ടകങ്ങൾക്ക് വേണ്ടി മേച്ചിൽപ്പുറങ്ങൾ തേടി നടക്കുന്ന, ചിലപ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിക്കുന്ന, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ നടത്തുന്ന, വളരെ പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്ന, നാഗരികതയെക്കുറിച്ച് വളരെ വലിയ അറിവൊന്നുമില്ലാത്ത നാടന്മാരായ, എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, വളരെ സിമ്പിളായി ചിന്തിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധരായ, അവർക്ക് അവർ മനസ്സിലാക്കുന്ന, അവർ ഉയർത്തിപ്പിടിക്കുന്ന എന്താശയമുണ്ടോ ആ ആശയത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന ആളുകളായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ജാഹിലിയ കാല അറബികൾ. ജാഹിലിയ കാലം എന്ന് നമ്മൾ പറയുമ്പോൾ ജഹല് എന്ന പദത്തെക്കുറിച്ച് നമുക്കറിയാം. ജഹല് എന്ന പദം രണ്ട് പദങ്ങളുടെ വിപരീത പദമാണ്. രണ്ട് പദങ്ങളുടെ വിപരീതാർത്ഥം ജഹല് എന്ന പദം ഉൾക്കൊള്ളുന്നു. ഒന്ന് ഇൽമ്, അറിവിന്റെ വിപരീതമാണ് അറിവില്ലായ്മ ജഹല്. മറ്റൊന്ന് വിവേകം, ഹിൽമ്, അതിൻ്റെയും വിപരീതമാണ് ജഹല്, അവിവേകം. ഇത് രണ്ടും ഒന്നിച്ചു കൂടിയ ഒരു സമൂഹം തന്നെയായിരുന്നു ജാഹിലിയ കാലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് അറേബ്യൻ ഉപദ്വീപിൽ ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസരംഗത്ത്, സ്വഭാവരംഗത്ത് ഒക്കെ ജഹാലത്ത് വ്യാപിച്ചിരുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. വിശ്വാസത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ല, ശിർക്ക് തന്നെയായിരുന്നു അന്ന് അവിടെ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത്. ഏതുവരെ ഓരോ വീട്ടിലും അവർക്ക്, ഓരോ വീട്ടുകാർക്ക് ഒരു പ്രത്യേക ബിംബം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. ഓരോ കുടുംബക്കാർക്ക്, ഓരോ ഗോത്രക്കാർക്ക്, ഓരോ നാട്ടുകാർക്ക്, മക്കാർക്ക് ഉണ്ടായിരുന്നു ഏറ്റവും വലിയ, അവരുടെ ഏറ്റവും വലിയ ദേവനായിരുന്നു ഹുബൽ. മക്കാരുടെ മാത്രം ഒരു പ്രത്യേകത മക്കാർ. അതുപോലെ തന്നെ അവര് ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് തോൽപ്പിച്ചു എന്ന പേരിൽ അവർ വീരവാദം മുഴക്കുമ്പോൾ അവര് ഉയർത്തിപ്പറയുന്ന മുദ്രാവാക്യം ഇതാണ്, ഹുബൽ ജയിക്കട്ടെ എന്നാണ്. മക്കാരുടെ സ്പെഷ്യൽ ഒരു ദേവനാണ് ഹുബൽ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് പ്രത്യേക ദേവന്മാരുണ്ടാവും, ദേവതമാരുണ്ടാകും, ബിംബങ്ങളുണ്ടാവും, ഓരോ വീട്ടുകാർക്കുണ്ടാവും ഒരു പ്രത്യേക വിഗ്രഹം. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. മക്കയിലായാലും അറേബ്യൻ ഉപദ്വീപിലായാലും മൊത്തത്തിൽ ജാഹിലിയ കാലം ശിർക്ക് തന്നെയായിരുന്നു അവരുടെ. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർക്ക് വിശ്വാസമുണ്ട്. അല്ലാഹു റബ്ബാണ് എന്ന് അവർക്കറിയാം, അല്ലാഹുവാണ് സ്രഷ്ടാവ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുസ് സ്വാദിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. എന്താണ് അവർ തിരിച്ചു ചോദിച്ചത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ മുഹമ്മദ് ഈ ആലിഹത്തുകളെല്ലാം കൂടെ പിടിച്ച് ഒറ്റ ഇലാഹാക്കുകയാണോ? ഒറ്റ ഇലാഹാക്കുകയാണോ? ഒരുപാട് ഇലാഹുകളെ പിടിച്ച് ഒറ്റയാക്കുകയാണോ? അല്ലാഹു അവരുടെ ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവം എന്ന നിലയ്ക്ക് അവർ കണ്ടിരുന്നു. അള്ളാഹുവിന് മഹത്വം കൽപ്പിച്ചിരുന്നു, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നൊക്കെ അവർ അംഗീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേറെ ചില ആളുകളും ഉണ്ടായിരുന്നു. ഈ ഇന്നത്തെ ഒരു നിരീശ്വരവാദികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ അറബിയിൽ ദഹരികൾ എന്നാണ് പറയുന്നത്, ദഹരിയൂൺ. വിശുദ്ധ ഖുർആൻ ദഹരികൾക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൂറത്തു ഖാഫിലൂടെ മറ്റു പല ആയത്തുകളിലും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്
ഇന്ന് പല ആളുകളും പറയുന്ന പോലെ ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിച്ച് ജീവിച്ചു തീർക്കുക, ഇതിനപ്പുറത്തേക്കൊരു ജീവിതമില്ല. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ. അവർ പറഞ്ഞ വാദം മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, എല്ലാവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ, നമൂതു വനഹ്യ, മരിക്കുന്നു ജീവിക്കുന്നു, വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത്, കാലം കഴിയുമ്പോൾ നമ്മൾ നശിക്കുന്നു, അടുത്ത ആളുകൾ വരുന്നു, പിന്നീട് ജീവിതം ഇല്ല എന്ന അർത്ഥത്തിലാണ് അവര് അങ്ങനെ കുറച്ച് ആളുകൾ അന്ന് ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ, ഇനി ഒരു മരിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ജീവിതമില്ല എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്, വഖാലു, അവർ പറഞ്ഞ കാര്യം ഇൻ ഹിയ ഇല്ല ഹയാതുന ദുനിയ വമാ നഹ്നു മബ്ഊഥീൻ, ഇനി നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനൊന്നും പോണില്ല, ഈ ജീവിതം തന്നെയുള്ളൂ എന്നൊക്കെ അവർ പറയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിൽ അക്രമം ഉണ്ടായിരുന്നു, അനീതി നടമാടിയിരുന്നു, വ്യഭിചാരം ഒരു സാർവാംഗീകൃതമായ ഒരു കാര്യമായി ആളുകൾ മനസ്സിലാക്കിയിരുന്നു, പലിശ, അതുപോലെ തന്നെ അനാഥരായ മക്കളുടെ സമ്പത്ത് അത് പിടിച്ചു വെക്കുക, അത് നൽകാതിരിക്കുക, അത് സ്വന്തം നിലയ്ക്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ശവം ഭക്ഷിക്കുക തുടങ്ങിയവയൊക്കെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഈ ശവം കഴിക്കുന്നതിനെ കുറിച്ച് അവർക്കിടയിൽ ഉണ്ടായിരുന്ന രസകരമായ ഒരു ഇതുണ്ട്. ശവം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് ശവം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വയ്ക്കും. ഇതിപ്പോ ശവം എന്ന് പറയുന്നത് അത് മരിച്ചാണല്ലോ, മറ്റിടത്ത് നിങ്ങൾ അറുത്ത മൃഗം അപ്പുറത്തുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നിനെ ഇപ്പൊ നിങ്ങൾ അറുത്തു, നിങ്ങൾ കൊന്നു, മറ്റതിനെ പടച്ചോൻ കൊന്നു. അപ്പൊ നിങ്ങൾ കൊന്നതിന് നിങ്ങൾക്ക് തിന്നാം, പടച്ചോൻ കൊന്നതിന് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂലേ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ അന്നൊരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം അന്ന് ചില ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു. മക്കയിൽ തന്നെ ഉണ്ടായ ചില ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികളിൽ മാത്രമല്ല ആൺകുട്ടികളെയും കുഴിച്ചു മൂടുന്ന സ്വഭാവം അന്നുണ്ടായിരുന്നു. അത് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ വളരെ കഠിനമായി അതിനെ വിമർശിച്ചിട്ടുണ്ടല്ലോ. വലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇല്ലാഹ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുരുതി കഴിക്കരുത്, മക്കളെ കൊലക്ക് കൊടുക്കരുത്, കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളും സ്ത്രീകളുടെ അവർക്ക് നൽകുന്ന ആദരവും മറ്റും അന്ന് സമൂഹത്തിൽ വളരെ താഴ്ന്ന നിലയിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കച്ചവട വസ്തുവായി സ്ത്രീയെ കൈകാര്യം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അനന്തരമെടുക്കുമ്പോൾ ഒരാൾ മരിച്ചു, അയാളുടെ ഭാര്യ ഉണ്ടെങ്കിൽ മറ്റൊരാൾ വന്ന് അയാളുടെ അനന്തരാവകാശികൾ തന്നെ ഉള്ള മക്കളോ അതല്ലെങ്കിൽ സഹോദരങ്ങളോ വന്നിട്ട് ഒരു പുതപ്പെടുത്ത് ആ സ്ത്രീയുടെ മേൽ, ആദ്യം പുതപ്പ് സ്ത്രീയുടെ മേൽ ഇട്ടയാൾക്ക് ആ സ്ത്രീ സ്വന്തമാണ്. അങ്ങനെ സ്ത്രീയെ വളരെ നീചമായ നിലയിൽ അവരോട് വർത്തിച്ചിരുന്ന ആളുകൾ അന്നത്തെ സമ്പ്രദായത്തിൽ അന്ന് ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ആളുകൾ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് അന്ന് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ ഒരു ഒട്ടകം അപ്പുറത്തെ ആളുടെ മേച്ചിൽ സ്ഥലത്ത് കയറി മേഞ്ഞാൽ അത് പ്രശ്നമാകും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് അടിപൊളി ഉണ്ടാകും. അത് പിന്നീട് വലിയ യുദ്ധങ്ങളിലേക്ക്, ജാഹിലിയ്യ കാല യുദ്ധങ്ങൾ, അതിനെ അയ്യാമുൽ അറബ് എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത്. അയ്യാമുൽ അറബ്, ജാഹിലിയ്യ കാല യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ പലതിൻ്റെയും കാരണങ്ങൾ വളരെ രസകരമാണ്. വളരെ ചുരുങ്ങിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതും 1-2 ദിവസമല്ല, 30-40 വർഷം വരെ ബദ്ധവൈരികളായി പരസ്പരം കൊന്നൊടുക്കുന്ന കാഴ്ചകൾ ജാഹിലിയ്യ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവർക്കുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ പൂർവ്വപിതാക്കന്മാരെ വളരെയധികം ആദരിച്ച് അവരെ ബഹുമാനിച്ച് ഒരുപക്ഷെ അവരെ ആരാധിക്കുന്ന നിലയിലേക്ക് വരെ അവരെത്തി എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ആവർത്തിച്ച് ഒരു പരാമർശം കാണാൻ കഴിയുന്നത്. ഏതാണ് പരാമർശം? അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ, അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, അതിനെ നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവരുടെ മറുപടി, അല്ല നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നമുക്ക് അവരെ പിൻപറ്റിയാൽ മതി എന്നതായിരുന്നു. എന്ന ആ ഒരു കുടുംബം, ഗോത്രം, തൻ്റെ ഉപ്പാന്റെ ഉപ്പ, ആ ഒരു പാരമ്പര്യം പിന്തുടരുക, അതെന്തു വന്നാലും അത് വിടാതിരിക്കുക എന്നൊക്കെ
അതൊരു വലിയ സംഭവമായി കണ്ടിരുന്ന ആളുകളായിരുന്നു അന്നത്തെ ആളുകൾ. അതുകൊണ്ടാണല്ലോ അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് മരിക്കാൻ നേരത്ത് ഞാൻ അബ്ദുൽ മുത്തലിബിൽ എൻ്റെ ഉപ്പയുടെ ദീനിലായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നത്. അദ്ദേഹത്തിന് സത്യം മനസ്സിലാകാത്ത പ്രശ്നം ആയിരുന്നില്ലല്ലോ.